അപ്പൊ ആ കമ്പി പൊട്ടി വീണ സ്ഥലത്ത് ആ കൊച്ചിന് ഷോക്ക് അടിച്ചു എന്ന് പറയുന്നത് സത്യത്തിൽ കമ്പി പൊട്ടി വീണ് കഴിഞ്ഞു കഴിഞ്ഞാല് പൊട്ടി വീണതിന് ചുറ്റും വലയങ്ങളായിട്ട് ഇലക്ട്രോണുകളുടെ ഒരു സ്ഫിയർ ഉണ്ടാവും. കാരണം കമ്പി പൊട്ടി വീണ സ്ഥലത്തെ കമ്പിക്കകത്തുള്ള ഇലക്ട്രോണുകളുടെ ബലം അഥവാ വോൾട്ടേജിന്റെ കഴിവനുസരിച്ചിരിക്കും എത്ര ദൂരം അവയ്ക്ക് സഞ്ചരിക്കാൻ കഴിയാന്നുള്ളത്. സാധാരണഗതിയിൽ പൊട്ടി വീണ സ്ഥലത്തിന് ചുറ്റും വലയങ്ങളായി ഒരു 30-35 അടി വരെ അത് വോൾട്ടേജ് ലെവൽ അനുസരിച്ചിരിക്കും. കാരണം ട്രാൻസ്ഫോമറിൽ നിന്ന് ആർ ഫേസിലൂടെയും വൈ ഫേസിലൂടെയും ബി ഫേസിലൂടെയും ഓരോ ജോലിക്കായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ഇലക്ട്രോണുകൾ തിരിച്ചു പോണത് ന്യൂട്രൽ കമ്പിയിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കമ്പിയിലൂടെ പോകുന്ന ഇലക്ട്രോണുകൾ എന്തെങ്കിലും വഴിയിൽ അബദ്ധം പറ്റിയാലോ അഥവാ വഴി തെറ്റിപ്പോയാലോ അവർക്ക് തിരിച്ചു വരാൻ ഭൂമി ഒരു പാതയാക്കാമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ തെളിയിക്കപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ട്രാൻസ്ഫോമർ ന്യൂട്രൽ ഇറക്കി തരണ്ടാവും. കമ്പി പൊട്ടി വീണ സ്ഥലത്തെല്ലാം ഇലക്ട്രോണുകൾ അവരുടെ ജോലി മുടങ്ങി ഇനി അവർക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് മണ്ണിലൂടെ പോകാനായിട്ട് ശ്രമിക്കും. മണ്ണിലൂടെ പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ മണ്ണിൽ പല രൂപത്തിലുള്ള മൂലകങ്ങൾ ചേർന്നാണ് നമ്മുടെ മണ്ണ്. പിന്നെ മേൽമണ്ണിലാണെങ്കിൽ പല പല വസ്തുക്കളുടെ അവശിഷ്ടങ്ങളും വേരും ഒക്കെ നിറഞ്ഞായിരിക്കും. അപ്പൊ മണ്ണിന്റെ മേൽമണ്ണിൽ നിന്ന് 1 മീറ്റർ താഴ്ചയിലുള്ള ഒരു 1.25 മീറ്റർ ആയിരിക്കും യാത്ര ചെയ്യാൻ ഏറ്റവും സൗകര്യം. അപ്പൊ അതിലൂടെ പോകാനായിട്ട് ശ്രമിക്കും. പക്ഷെ മേൽമണ്ണിൽ നിന്ന് താഴത്തേക്ക് പോകാനായിട്ട് അവർക്ക് കഴിയാതെ വരും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അപ്പൊ വലയങ്ങളായി അവിടെ ചുറ്റിത്തിരി അത് ഒരു സ്ഫിയർ ഉണ്ടാവും എന്ന് പറയും. ഈ സ്ഫിയറിന് ഒരു പരിധിയുണ്ട്. കുറച്ച് ഇലക്ട്രോണുകൾ ഒരടിയോളം സഞ്ചരിക്കും. എന്നിട്ട് പറയും ഞങ്ങൾക്ക് ഇനി പോകാനായിട്ട് മടിയാണ്, വയ്യാന്ന് പറയും. പിന്നെ കുറച്ച് ഇലക്ട്രോണുകൾ കുറച്ചും കൂടെ സഞ്ചരിക്കും. അപ്പൊ അവർക്ക് ഒരടി കഴിഞ്ഞ് വീണ്ടും ഒരടി സഞ്ചരിക്കുമ്പോൾ അവരുടെ ഒരടി ബലം നഷ്ടപ്പെട്ടിട്ടാണ് രണ്ടാമത്തെ അടിയിലേക്ക് എത്തുന്നത്. കുറച്ച് ഇലക്ട്രോണുകൾ വീണ്ടും സഞ്ചരിക്കും. അപ്പൊ 3 അടിയായി. 2 അടിയിലിരിക്കുന്ന ആൾക്കാരുടെ ബലമല്ല മൂന്നാമത്തെ അടിയിലുള്ള ഇലക്ട്രോണുകളുടെ ബലം. ഇങ്ങനെ 4 അടി 5 അടി 6 അടി ഇങ്ങനെ ദൂരങ്ങളോളം പോയി വോൾട്ടേജ് കുറഞ്ഞ് 0യിലേക്ക് എത്തുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ വലയങ്ങളായിട്ടുള്ള സ്ഥലത്തുള്ള ഇലക്ട്രോണുകൾ. അപ്പൊ ഓരോ അടിയിലെ ഇലക്ട്രോണുകൾക്കും ഓരോ ബലമാണെന്ന് അർത്ഥം. ഇപ്പൊ ഒരു 4 കാലുള്ള ഒരു പശു ആദ്യത്തെ കാല് വെച്ച് അത് ഒരു ലെയറിലും രണ്ടാമത്തെ കാല് രണ്ടാമത്തെ ലെയറിലും വരുമ്പോൾ ഒന്നാമത്തെ ലെയറിൽ നിന്ന് രണ്ടാമത്തെ ലെയറിലേക്ക് പശുവിന്റെ ശരീരത്തിലൂടെ കയറി ആദ്യത്തെ കാലിൽ നിന്ന് പുറകിലത്തെ കാല് വരെ പോകുമ്പോൾ 4 അടി വരെ വ്യത്യാസത്തിൽ അദ്ദേഹത്തിന് ഷോക്കടിക്കാൻ സാധ്യത. ഇവിടെ എന്താണ് സംഭവിച്ചേക്കണെന്ന് വെച്ചാൽ കൊട്ടി വീണ കമ്പി വെള്ളത്തിലായതിന്റെ പേരിൽ വെള്ളത്തിലെ ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. കാരണം വെള്ളം ശുദ്ധമാണെങ്കിൽ ഇലക്ട്രോണുകൾ സഞ്ചരിക്കാൻ അനുവദിക്കുകയില്ല. ഇൻസുലേറ്റർ ആണ്. വെള്ളത്തിൽ അഴുക്ക് ചേർന്ന് കഴിഞ്ഞാൽ അഴുക്കിന്റെ പ്രത്യേകതയുള്ള മൂലകത്തിന്റെ സ്വഭാവവും ഇലക്ട്രോണുകളെ തള്ളി നീക്കാനുള്ള അവരുടെ കഴിവും വെച്ചിട്ട് അവർ ഇൻസുലേറ്റർ ആവാം, ചിലപ്പോ കണ്ടക്ടറും ആവാം. ഇവിടെ സംഭവിച്ചത് എന്താണ്? കമ്പി പൊട്ടി വീണ സ്ഥലത്ത് വെള്ളത്തിന് താഴെ പൊതഞ്ഞ് കിടന്ന കമ്പിയാണ്. അപ്പൊ കമ്പിയിലെ ഇലക്ട്രോണുകൾ മണ്ണിലൂടെ അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള വഴിയായി ഭൂമിയെ തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചപ്പോ ഭൂമി അതിന് കഴിയാതെ വന്നു. കുറച്ച് ദൂരങ്ങൾ മാത്രമേ ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പൊ അവിടേക്ക് അടുത്തേക്ക് അടിവെച്ച് നടന്നു പോകുന്ന ഒരാളുടെ ഒരു കാലിൽ നിന്ന് മറ്റൊരു കാലിലേക്ക് ഇലക്ട്രോണുകൾ കയറി മറ്റേ കാലിലൂടെ പോകാൻ ശ്രമിക്കുമ്പോൾ ശരീരത്തിന്റെ കാലിലെ പേശികളെല്ലാം ചുരുങ്ങും. നമ്മൾ മറിഞ്ഞു വീഴുമ്പോ 2-3 ലെയറിലേക്കാണ് വീഴുന്നത്. ശരീരത്തിലൂടെ കൂടുതൽ ഇലക്ട്രോണുകൾ സഞ്ചരിക്കാൻ ശ്രമിക്കും. സത്യത്തിൽ വീഴുന്ന ആളുടെ ശരീരത്തിലൂടെ സഞ്ചരിക്കാൻ ഇലക്ട്രോണുകൾ ശ്രമിക്കുന്നത് അവരുടെ വീട് തേടിയുള്ള യാത്രയ്ക്ക് വേണ്ടി മാത്രമാണ്. അവർക്കത് കഴിയാൻ പറ്റാതിരിക്കുമ്പോൾ ഈ ഇലക്ട്രോണുകൾ വീണ് കിടക്കുന്ന ആളുടെ ശരീരത്തിൽ മുഴുവൻ പരതി വേറൊരാള് ഓടിച്ചെന്ന് പിടിച്ചു കഴിഞ്ഞാൽ അയാളുടെ മേത്തേക്കും കയറാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ടാണ് സപ്ലൈ ഓഫ് ചെയ്യാണ്ട് ആ വഴിക്ക് ചെല്ലരുതെന്ന് പറയുന്നത്. പിന്നെ എങ്ങനെ ചെല്ലാം? കമ്പി പൊട്ടി വീണ സ്ഥലത്തേക്ക് നടന്ന് ചെല്ലണമെന്നുണ്ടെങ്കിൽ കാലുകൾ തമ്മിൽ ചേർത്ത് വെച്ച് ഇങ്ങനെ പതുക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലിൽ നിന്ന് മറ്റൊരു കാലിലേക്ക് പോകാനായിട്ട് ഇലക്ട്രോണുകൾക്ക് ഈ കാലിൽ കൂടെ കയറിപ്പോണ്ട ആവശ്യമില്ല. ഓൾറെഡി മുട്ടി നിൽക്കുന്നതിന്റെ പേരിൽ മണ്ണിൽ കൂടെ തന്നെ പോവാം. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് കടക്കില്ല. സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന പ്രതിഭാസം അദ്ദേഹത്തിന് അനുഭവപ്പെടില്ല. അതുകൊണ്ട് കാല് ചേർത്ത് വെച്ചിട്ട് അവിടേക്ക് ചെല്ലാവൂ. ചെന്ന് കഴിഞ്ഞ് കയ്യിൽ ഇൻസുലേഷൻ ഉള്ള ഒരു വസ്തു കൊണ്ട് ഉണങ്ങിയ മരത്തടിയാവാം, ഗ്ലൗസ് ആവാം, എന്തെങ്കിലും ആയിട്ട് അപകടത്തിൽപ്പെട്ട ആൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കാവൂ. സപ്ലൈ അതിനു മുമ്പ് ഓഫ് ചെയ്തിരിക്കണം. ശ്രദ്ധിക്കുന്ന കാര്യം, ഒരാൾ ആ ഭാഗത്തേക്ക് പോയി അവിടെ വീണ് കിടക്കുന്ന ആളെ രക്ഷിക്കണമെന്ന് അല്ലെങ്കിൽ അതിലൂടെ പോകേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ 2 കാലുകൾ തമ്മിൽ വോൾട്ടേജ് വ്യത്യാസം ഉണ്ടാകാത്ത രീതിയിൽ ചേർത്ത് വെച്ച് പോകണം. ചേർത്ത് വെച്ച് പോകുമ്പോൾ ഒരു കാലിലും മറ്റൊരു കാലിലും ഒരേ ബലമായതിന്റെ പേരിൽ ഈ കാലിൽ നിന്ന് ഇലക്ട്രോണുകൾ ചുറ്റിപ്പോകാനുള്ള സാധ്യത ഇല്ലാണ്ടാവും. അപ്പൊ സന്നദ്ധ പ്രവർത്തകന് അപകടമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. ഓർക്കുക, കമ്പി പൊട്ടി വീണ് കഴിഞ്ഞാൽ കറണ്ട് അതിന്റെ ചുറ്റും വലയങ്ങളായി എത്ര ദൂരം ഉണ്ടാകുന്നു എന്നുള്ളത് അതിന്റെ വോൾട്ടേജിനനുസരിച്ചിരിക്കും.